ഫ്രണ്ട്സ്, നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2000. ഓക്കെ, പർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ 31 March 2000, 31 March 1999. അത് സെക്കൻഡ് കോളം നമ്മൾ ആവശ്യം ഇല്ല എന്നാലും ഫോർമാറ്റ് അനുസരിച്ച് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ വരച്ചത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ലയബിലിറ്റി സൈഡാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൻ്റെ താഴെ ഒന്നാമത്തെ ഇക്വിറ്റിയുടെ വരുന്ന എമൗണ്ട്, വരുന്ന ഐറ്റംസ് ഒന്ന് ഷെയർ ക്യാപിറ്റൽ, മറ്റൊന്ന് അതർ ഇക്വിറ്റി. രണ്ട് ലയബിലിറ്റീസാണ്. ലയബിലിറ്റീസിലെ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ബോറോയിങ്സ്, അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആവശ്യമുള്ളത് മാത്രം എഴുതാം. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ, കറണ്ട് ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, അങ്ങനെയാണ് നമ്മൾ അതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൽ ചെയ്യാനുള്ള ടോട്ടൽ ഇക്വിറ്റി ആണ്, അത് കൂട്ടിയെടുക്കുക. ദെൻ പിന്നെ നമുക്ക് വരുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് നമുക്ക് അതിൽ വന്നിരിക്കുന്ന ഐറ്റംസ്, അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഗുഡ് വില്ല്, അതർ ഇൻടാഞ്ചിബിൾസ്, ഫിനാൻഷ്യൽ അസറ്റ്സ്, ബയോളജിക്കൽ അസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും. ഓക്കെ, ഇത് നമുക്ക് രണ്ടെന്ന് നമ്പർ കൊടുക്കാം. കറണ്ട് അസറ്റ്സ്. ദെൻ ഇൻവെൻറ്ററീസ് സ്റ്റോക്കാണത്, ട്രേഡ് റിസീവബിൾസ്, അതിൽ ഡെറ്റേഴ്സ് വരും. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതർ കറണ്ട് അസറ്റ്സ്, 11. അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഓക്കെ, ഇതാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോട്ട് തയ്യാറാക്കുക. വർക്കിംഗ് നോട്ട് തയ്യാറാക്കുമ്പോൾ ഇക്വിറ്റിയിലാണ് നമ്മൾ തുടങ്ങണേ. ഇക്വിറ്റിയിൽ 10 lakh ആണ്. അപ്പോൾ 10,000 ഷെയർസ് റുപ്പീസ് 100 each. 10,000 ഷെയർസ് റുപ്പീസ് 100 each, 10 lakh ആണ് ഷെയർ ക്യാപിറ്റൽ കേട്ടോ. അതർ ഇക്വിറ്റിയിൽ റിസർവ്സ് എന്നുള്ള ഒരു ഐറ്റം നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അത് ഉണ്ടെങ്കിൽ എഴുതാമെന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ റിസർവ്സ് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ട് അവിടെ. ഓക്കെ, ആ റിസർവ് എഴുതിയിട്ട് അതിന് ഒന്ന് സെൻട്രലൈസ് ചെയ്താൽ വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ. പിന്നെ സർപ്ലസിൽ ഓപ്പണിംഗ് ബാലൻസ് 20,000 രൂപ നമുക്ക് ചോദിച്ചിട്ട് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ 20,000 രൂപ ചോദിച്ചിട്ട് തന്നിട്ടുണ്ട്, നോക്കിയാൽ കാണാം. പിന്നെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ഇത് ഈ വർഷത്തെ പ്രോഫിറ്റാണ്. അപ്പോൾ 6,20,000 രൂപയാണ് ഈ വർഷത്തെ പ്രോഫിറ്റ്. ആ 6,20,000 രൂപ ഈ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എഴുതാം. 6,20,000. ഓക്കെ, 6,20,000. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് 6,40,000. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ അവിടെ കൊടുത്താൽ 6,40,000, 20,000 കൂടി കൂടുമ്പോൾ 6,40,000. അപ്പോൾ റിസർവ് ഉണ്ടെങ്കിൽ അതും കൂടിയും കൂട്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അവിടെ അതിനുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്തത് അല്ലേ. ഇനി അടുത്ത് ട്രേഡ് പേയബിൾ, സെൻട്രൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? സെൻട്രൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 3,50,000. 3,50,000 നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവരുടെ എമൗണ്ടാണ് പറയുന്നത്. പിന്നെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ 6 lakhൽ നിന്ന് 60,000 കുറയ്ക്കാം അല്ലേ, അസറ്റ്സ് അല്ലേ അത്. 6 lakhൽ നിന്നും 60,000 കുറയ്ക്കുമ്പോൾ 5,40,000. അതുപോലെ ഫർണിച്ചർ 60,000 6,000 കുറയ്ക്കാം, അപ്പോൾ 54,000. ദെൻ മോട്ടോർ വെഹിക്കിൾസ്, അവിടെയും 60,000 നിന്നും 6,000 കുറയ്ക്കുക, 54,000. ഓക്കെ, ഇനി ഇത് 2, 3 കൂടി കൂട്ടുക. 5, 40, 54. അപ്പോൾ 5, 6, 48 അല്ലേ, 6,48,000 വരും നമ്മുടെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വില. 6,48,000 ടോട്ടൽ. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ഒരു 4,00,000 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട് വേറെ കമ്പനിയുടെ. അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതാം. പിന്നെ നമുക്ക് അത് 8ാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ എഴുതിയാണ്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആ വർക്കിംഗ് നോട്ടിൻ്റെ എണ്ണം കൃത്യമായിട്ട് കാണിച്ചാൽ മതി. ഇൻവെൻറ്ററീസിൻ്റെ റിവാല്യൂ ഇതില്ലേ 4,00,000 രൂപ ആണ് നമുക്ക് പഴയതുണ്ടായിരുന്നത്. അതിൻ്റെ ലോസ് 40,000 വന്നു, 3,60,000. ഓക്കെ, ഈ 3,60,000 നിന്നാണ് നമ്മൾ ആ ലോസ് കണ്ടുപിടിച്ചതെന്നുള്ള ഒരു ഓർക്കുക. ലോസ് ഇപ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് 40,000 എഴുതിയിട്ട് 4 lakhൽ നിന്ന് കുറച്ചു 3,60,000, 3,60,000 വരും. ദെൻ ക്യാഷ് ഈക്വലൻസിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 1,72,000 രൂപ വരും നമ്മുടെ ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് അറ്റ് ബാങ്ക് വന്നിരിക്കുന്നത് എത്രയാണ്? 1,72,000. 1,72,000. ഓക്കെ, ദെൻ അതർ കറണ്ട് അസറ്റ്സ്, അഡ്വാൻസ് അഗൻസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് കിട്ടിയിരിക്കുന്ന 1,30,000 രൂപ. 1,30,000. ഇതാണ് നമ്മുടെ വർക്കിംഗ് നോട്ട് കേട്ടോ. ഇനി ഈ വർക്കിംഗ് നോട്ടിൽ കിട്ടിയ എമൗണ്ടുകൾ നേരിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആദ്യത്തെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസാണ്. ആ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന് താഴെ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 10 lakh ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ വർക്കിംഗ് നോട്ടാണ്, 4ാമത്തെ വർക്കിംഗ് നോട്ടാണ് ഈ പറഞ്ഞ 10 ലക്ഷം. നമുക്ക് വർക്കിംഗ് നോട്ട് പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചതാണ് 10 ലക്ഷം.
ഇനി അതർ ഇക്വിറ്റി അഞ്ചാമത്തെ വർക്കിംഗ് നോട്ട് പ്രകാരം നമ്മൾ അതർ ഇക്വിറ്റി കണ്ടുപിടിച്ചു. അതെത്രയാണ്? അതർ ഇക്വിറ്റി 6,40,000 6,40,000. പിന്നെ നമുക്ക് നോൺ കറണ്ട് ലൈബിലിറ്റീസിലും ബോറോയിങ്സ് ഒന്നുമില്ല. ബോറോയിങ്സ് കറണ്ട് ലൈബിലിറ്റിയിലും ഇല്ല. ട്രേഡ് പേയബിളിൻ്റെ എമൗണ്ട് 5 ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ച് എത്രയാണ് നമുക്ക് കിട്ടിയത്? കറണ്ട് ലൈബിലിറ്റീസിലേക്കുള്ളത് ട്രേഡ് പേയബിൾ 5 എത്രാമത്തേന് 6ാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് 3,50,000 3,50,000. വേറെ പ്രൊവിഷൻസ് ഒന്നുമില്ല, കറണ്ട് ലൈബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഒരു 10 ലക്ഷം ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഉണ്ട്. ഷെയർ ക്യാപിറ്റൽ 6 ലക്ഷം 6 10 6 16 16 3 19 19,90 അല്ലേ? 19,90,000 രൂപയാണ് നമ്മുടെ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ. 19,90,000. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ കോളത്തിൽ എഴുതണം. 19,90,000 19,90,000. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആയി. ഇനി അസറ്റ് സൈഡിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എത്രയാണ്? അത് നമ്മൾ 6,48,000 6,48,000. നമ്മൾ വർക്കിംഗ് നോട്ട് 7 കേട്ടോ. ദെൻ ഗുഡ് വില്ലില്ല, അതർ ഇൻടാഞ്ചിബിൾസ് ഇല്ല, പിന്നെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണുള്ളത്. അതർ ഇൻടാഞ്ചിബിൾ നമുക്കൊന്ന് അതൊന്ന് ചെയ്തേക്കാം, അതൊന്ന് സെൻറ്റർ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് സെൻറ്റർ ചെയ്ത് കൊടുക്കാം. വേണമെന്നില്ല, ഞാനത് ജസ്റ്റ് കാണിക്കുക പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സെൻറ്റർ അതർ കറണ്ട് ലയബിലിറ്റീസിന് നമ്മളൊന്നും വരച്ചില്ല. ഓക്കെ, അതർ കറണ്ട് ലയബിലിറ്റീസ്. പിന്നെ നമുക്കുള്ളത് ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്? ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഷെയർ വാങ്ങിച്ചില്ലേ, അത് 4 lakh. ഓക്കെ, 4 lakh. ദെൻ ബയോളജിക്കൽ അസറ്റ്സ് ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ്. ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ല അത് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഹൈഫൺ ഇടും. പിന്നെ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻറ്ററീസിൽ ലോസ് കുറച്ചതിന് ശേഷം എത്രയാണ്? ഇൻവെൻറ്ററീസ് ലോസ് കുറച്ചതിന് ശേഷം 3,60,000 3,60,000 3,60,000. ഓക്കെ, ട്രേഡ് റിസീവബിളിന് താഴെ ഡെറ്റേഴ്സായിട്ട് നമുക്ക് എത്രയുണ്ട്? ഡെറ്റേഴ്സ് 2,80,000 ആണ് 2,80,000. പിന്നെ അതിന് താഴെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 10ാമത്തെ ഷെഡ്യൂളാണ്. ക്യാഷ് ആൻഡ് ബാങ്കായിട്ട് നമുക്കുണ്ടായിരുന്നത് 1,72,000. ദെൻ അതർ കറണ്ട് അസറ്റ്സ് 1,30,000 ആണ്. 1,30,000 നമ്മൾ അവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യണം. 1,30,000 1,30,000 1,30,000. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 6,48 ഉണ്ട്, 4 ലക്ഷം ഉണ്ട്. ഫിനാൻഷ്യൽ അസറ്റ്സ് 4 ലക്ഷമാണ്. ഫിനാൻഷ്യൽ അസറ്റ്സ് 4 ലക്ഷം 4 lakh. അപ്പോൾ അതൊന്നും ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 4 lakh ആണ്. അപ്പോൾ 6 4 10 13 13 13 14 14 2 16 16 17 18 18 19 19 82 19 88 അല്ലേ? അപ്പോൾ എത്ര വരും? 19,90 വരും. 8 2 10 19,90,000 19,90,000. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൻ്റെ ടോട്ടൽ. അപ്പോൾ നേരത്തെ ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ എത്ര കിട്ടി? അതും ഇതുപോലെ തന്നെ നമുക്ക് 19,90,000 കിട്ടിയത്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ പഠിക്കണം. ബാലൻസ് ഷീറ്റ് ഫോർമാറ്റൊക്കെ ബൈ ഹാർട്ടായിരിക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ വരുന്നത്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം. അതർ ഇക്വിറ്റി 5ാമത്തെ വർക്കിംഗ് നോട്ടിൻ്റെ എണ്ണം നോക്കി 6,40,000. പിന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ എന്താണ് പറയുക? ബോറോയിങ്സ് ഉണ്ടെങ്കിൽ എഴുതാം അല്ലേ? ലോങ് ടേം അതർ നോൺ കറണ്ട് ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ഷോർട്ട് ടേം ബോറോയിങ്സ്, അതുപോലെ ട്രേഡ് പേയബിൾ, അങ്ങനെ വരുന്ന ഐറ്റംസൊക്കെ അതിൽ എഴുതാം. പിന്നെ അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ്സ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഈ ചോദ്യത്തിൽ ഉള്ള ഐറ്റംസ് മാത്രം എഴുതിയാലും മതി. നമുക്ക് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കണം, നമുക്ക് ടാലി ആക്കണം. അപ്പോൾ ഉള്ള ഐറ്റംസ് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ഫോർമാറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഐറ്റംസൊക്കെ കൂട്ടി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ അസറ്റ്സിൽ. നോൺ കറണ്ട് അസറ്റ്സിൽ ഇത് രണ്ടുമാണുള്ളത്. കറണ്ട് അസറ്റ്സിൽ ഇൻവെൻറ്ററി, ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതർ കറൻസ്. അങ്ങനെ 2 4 ഐറ്റം. കറണ്ട് അസറ്റ്സ് 4 ഐറ്റം, നോൺ കറണ്ട് അസറ്റ്സിൽ 2 ഐറ്റം. അപ്പോൾ 4 6 ഐറ്റം എഴുതി കഴിഞ്ഞാൽ അസറ്റ്സിൽ കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റിയും 2, ട്രേഡ് പേയബിൾസ് 3 എഴുതി കഴിഞ്ഞാൽ അതും ടാലി കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഉള്ള ഐറ്റംസ് മാത്രം എഴുതി കഴിഞ്ഞാൽ വേഗം തീരും. ഓക്കെ, അത് ശ്രദ്ധിച്ച് പഠിക്കുക, ഫോർമാറ്റ് പഠിക്കുക, എന്നിട്ട് ആവശ്യമുള്ള മാത്രം എഴുതി തീർക്കാമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.